ഞാൻ പണ്ട് ട്രേഡിങ് തുടങ്ങിയ സമയത്ത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ട്രേഡ് എടുക്കുന്നത്, എന്തിൻ്റെ റീസൺ, എന്താണ് ട്രേഡ് എടുക്കുന്നതിൻ്റെ ബേസിസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും ഞാൻ കുറേ അധികം യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ വേറെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതിൻ്റെ കണ്ടിരുന്നു. അപ്പോൾ ഇവരെല്ലാം പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ കുറേ അധികം ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴും ഒരു കാര്യം എനിക്ക് കോമൺ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമുണ്ട്. എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് രണ്ട് സംഭവത്തിലാണ്. ഒന്ന് നിഫ്റ്റിയും, രണ്ടാമത്തത് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായി, എന്തുകൊണ്ടാണ് ഇവർ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രം ട്രേഡ് ചെയ്യുന്നത്? എന്താണ് അവർ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാത്തത്? ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് HDFC ബാങ്കിലോ SBIയിലോ ആക്സിസ് ബാങ്കിലോ എവിടെയെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്തൂടെ? എന്തിനാണ് അവർ എപ്പോഴും ഈ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്? അവർക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത ദിവസം ചിലപ്പോൾ SBIയിലോ HDFCയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ എന്തായാലും എപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് അവർ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവർ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രം ട്രേഡ് ചെയ്യുന്നതെന്ന്. ഇനി ഞാൻ പറയുമ്പോൾ ഒരു മെയിൻ കാര്യം ഞാൻ മുമ്പും കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോഴും 1-2 സ്റ്റോക്കുകൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കിൻ്റെ ബിഹേവിയർ നല്ലപോലെ മനസ്സിലാവുന്നു. അത് ഒരു മേജറായിട്ടുള്ള റീസണാണ് ഇവർ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. കാരണം അവർക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യാൻ നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവരവിടെ നിന്ന് മാറില്ല. കാരണം അവർക്ക് ഓൾറെഡി ആ സ്റ്റോക്കിൻ്റെ ബിഹേവിയർ നല്ലപോലെ അറിയാം. പക്ഷേ അത് കൂടാണ്ടും വേറെ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസൺസൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. പ്രൊഫഷണൽ ട്രേഡേഴ്സ് അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രം ട്രേഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നല്ലപോലെ ലിക്വിഡിറ്റി ഉണ്ട്. നിങ്ങളെപ്പോഴും ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഇൻഡെക്സുകളിൽ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതൊരു സ്കാൽപ്പിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലോ ഇൻഡെക്സുകളിലോ മാത്രമാണ് ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിലും നിങ്ങൾ എൻ്റർ ചെയ്ത് ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷൻസിൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഒരു കോൺട്രാക്റ്റ് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹൈലി ലിക്വിഡ് അല്ലാത്ത സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൈസ് പോയിന്റിൽ അവിടെ ബയ്യേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൊസിഷൻ നിങ്ങൾ വിചാരിച്ച എക്സാക്ട് പോയിന്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൽ ചെറിയൊരു കുറവ് വരും. ഇനിയിപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി ലിക്വിഡ് ഇൻഡെക്സുകളാണ്. മിക്കപ്പോഴും സ്റ്റോക്കുകളെക്കാളും എപ്പോഴും കൂടുതൽ ട്രേഡിങ് നടക്കുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ്. അപ്പോൾ ഹൈലി ലിക്വിഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. അപ്പോൾ ട്രേഡേഴ്സ് നോക്കുന്നത് പ്രത്യേകിച്ച് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ബൾക്കായിട്ടാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് പൊസിഷൻ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ ചെറിയൊരു വേരിയേഷൻ വരെ, പ്രൈസിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരെ വലിയൊരു പ്രോഫിറ്റിലും ലോസിലും ഒക്കെ മാറ്റം വരുത്തും. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അവർക്ക് സാധിക്കും. കാരണം ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളതാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, നല്ലപോലെ വോളറ്റിലിറ്റി ഉണ്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു സൈഡിലേക്ക് നല്ലപോലെ നീങ്ങണം. ലോസ് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവണമെന്നുണ്ടെങ്കിലും അത് നമ്മുടെ അനാലിസിസിന് ഓപ്പോസിറ്റ് പോകണ്ടേ. അപ്പോൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളിൽ ഒട്ടും വോളറ്റിലിറ്റി ഉണ്ടാവില്ല. പണ്ട് ഞാനൊക്കെ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഓരോ സ്റ്റോക്കുകൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് NSEക്ക് പോലും അറിയില്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ ഓരോ സ്റ്റോക്കുകളുള്ള കാര്യം. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച ഓരോ സ്റ്റോക്കുകളായിരുന്നു ഞാനപ്പോൾ ട്രേഡിന് എടുത്തിരുന്നത്. കാരണം സ്റ്റോക്കിൻ്റെ വില കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ക്വാണ്ടിറ്റി കിട്ടും, അതുകൊണ്ടൊന്നും അങ്ങനത്തെ ചിന്തയൊന്നും ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഞാൻ ആ ട്രേഡിൽ എൻ്റർ എടുത്തിട്ട് പ്രോഫിറ്റ് ടാർഗറ്റും അച്ചീവ് ചെയ്യണില്ല, സ്റ്റോപ്പ് ലോസും ട്രിഗർ ആവണില്ല. മണിക്കൂറുകളോളം ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചിട്ട് അവസാനം മിക്കവാറും കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ലോസിൽ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ചെയ്യും. കാരണം ഈ സ്റ്റോക്കിൽ ഒട്ടും വോളറ്റിലിറ്റി ഇല്ല. സ്റ്റോക്ക് എങ്ങടെങ്കിലുമൊക്കെ നീങ്ങണ്ടേ, താഴേക്കോ മുകളിലേക്കോ എവിടേക്കെങ്കിലും നീങ്ങണ്ടേ, ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ FMCG സെക്ടർ നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഇതുവരെ നിങ്ങളിപ്പോൾ നിലവിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് FMCG സെക്ടറൊന്നും ഒട്ടും വോളറ്റിലിറ്റി കാണിക്കുന്നില്ല. നിങ്ങൾ ഡാബറിൻ്റെ സ്റ്റോക്കൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, അതിലൊക്കെ എൻട്രി എടുത്താൽ ബോറടിച്ചിട്ട് നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. കാരണം ഒട്ടും വോളറ്റിലിറ്റി ഇല്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല, സ്റ്റോപ്പ് ലോസ് എത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇല്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ അധികം അല്ല, നല്ല പോലെ വോളറ്റിലിറ്റി ഉണ്ടെന്ന് പറയാം. ഹൈലി വോളറ്റൈൽ ആണെങ്കിലും മോശമാണ്.
അപ്പോൾ നല്ലപോലെ വോളറ്റിലിറ്റി ഉണ്ട് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറേയധികം ട്രേഡേഴ്സ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നല്ലപോലെ വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറേയധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. വോളറ്റിലിറ്റി നല്ലപോലെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ബോറടിപ്പിച്ച് വെറുപ്പിക്കുന്ന പരിപാടിയൊന്നും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരിക്കലും കാണിക്കില്ല. നിങ്ങൾ എൻ്റർ എടുത്താൽ എന്തായാലും നല്ലപോലെ വോളറ്റൈലായിരിക്കും. ഇനിയിപ്പോൾ സൈഡ് വേസ് പോകുന്ന ദിവസങ്ങളിൽ വരെ നല്ലൊരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും അത് സൈഡ് വേസ് പോവുക, റേഞ്ച് ബൗണ്ട് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹൈലി വോളറ്റൈലാണ് ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. അപ്പോൾ അതും വളരെ നല്ലൊരു റീസൺ ആണ് അതിൽ ട്രേഡ് ചെയ്യാനായിട്ട്. പ്രൊഫഷണൽസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യാനായിട്ടുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിഫ്റ്റിയിലാണ് ഇത് കൂടുതൽ അപ്ലിക്കബിൾ. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. നിഫ്റ്റിയിൽ അതേസമയം നിഫ്റ്റി 50 കുറേ അധികം സെക്ടറുകളുള്ള സ്റ്റോക്ക് ഉണ്ട്. ബാങ്കിങ് സെക്ടർ ഉണ്ട്, ഓട്ടോ സെക്ടർ ഉണ്ട്, ഫാർമ, അപ്പോൾ ഇഷ്ടംമാതിരി സെക്ടറുകളുള്ള സ്റ്റോക്കുകൾ നിഫ്റ്റി 50 ബാങ്കിങ് സെക്ടറിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അപ്ലിക്കബിൾ ആണെന്ന് ഈ ഒരു പോയിന്റ് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ നിഫ്റ്റിയിൽ എല്ലാ സെക്ടറിൽ നിന്നും സ്റ്റോക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ വെൽ ഡൈവേഴ്സിഫൈഡ് ആണെന്ന് പറയാം നമുക്ക് ഈ നിഫ്റ്റി 50. അപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കുകയാണ്. ആ ഒരു ട്രേഡ് എടുത്തിരിക്കുന്ന ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു സെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആ ഒരു സെക്ടറിൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നു. നമ്മളെടുത്ത അനാലിസിസിന് ഓപ്പോസിറ്റായിട്ട് ഒരു സ്റ്റോക്ക് നീങ്ങാനായിട്ടാണ് സാധ്യത എന്നാണ് ആ ന്യൂസ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിഫ്റ്റി വെൽ ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ ആ ഒരു ന്യൂസിൻ്റെ ബേസിസിൽ കാണാനായിട്ട് പറ്റില്ല. അൺലെസ് വല്ല ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ന്യൂസ് വന്നാലാണ് ആ നിഫ്റ്റിനെ പെട്ടെന്ന് എഫക്ട് ചെയ്യുക. അല്ലാത്തൊരു പോയിന്റിൽ ഇപ്പോൾ നിഫ്റ്റി 50 ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് വന്നതിൻ്റെ പേരിൽ മാത്രം നിഫ്റ്റിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നിഫ്റ്റി 50 വെയിറ്റേജിൽ താഴെ എടുക്കുന്ന ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈ പൊസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ആ ഒരു പോയിന്റിൽ നിഫ്റ്റി 50 ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് ഒരു മോശം ന്യൂസ് വന്നു, സ്റ്റോക്ക് താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ സ്റ്റോക്കിലാണ് ട്രേഡ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസിന് ഓപ്പോസിറ്റ് പോയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. അതേസമയം നിഫ്റ്റി 50 നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് ടൈം തരും. കാരണം നിഫ്റ്റിയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് ന്യൂസ് വരുമ്പോഴേക്കും നിഫ്റ്റി പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. നിഫ്റ്റി ടൈം എടുത്തിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യില്ല, നിഫ്റ്റി ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പോവുക. അപ്പോൾ നിഫ്റ്റി 50 ട്രേഡ് എടുക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ന്യൂസുകളിൽ നിന്ന് ഉണ്ടാവുന്ന വോളറ്റിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50 സാധിക്കും. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നൊരു മൂവ്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ എടുക്കുന്ന ട്രേഡിനേക്കാളും വളരെ കുറവായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ മൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം തരും ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാലും ഇപ്പോൾ നിങ്ങളൊരു പ്രോഫിറ്റ് പൊസിഷനിലാണെങ്കിൽ പെട്ടെന്ന് സ്ക്വയർ ഓഫ് ചെയ്യാനും, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കോസ്റ്റിലാണെങ്കിൽ വലിയ ലോസ് ഒന്നും വരാണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പോരാനും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും കുറേ അധികം ന്യൂസുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പോൾ ട്രേഡിങ് നടക്കുന്ന ദിവസം പോലും ആവണ്ട. ഇപ്പോൾ ട്രേഡിങ് 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ് ആ സമയത്തും. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ട് പിറ്റേ ദിവസം നമ്മുടെ നിഫ്റ്റി ചിലപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാം, ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടൊക്കെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇഷ്ടംമാതിരി ന്യൂസുകൾ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതും വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇത് ബാങ്ക് നിഫ്റ്റീനെ അത്രയ്ക്കധികം എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് മെയിൻലി നിഫ്റ്റീനെയാണ് ബാധിക്കുക. അപ്പോൾ ഈ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും ഗ്ലോബൽ ന്യൂസുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ന്യൂസുകൾ കുറേ അധികം ന്യൂസുകൾ നമുക്ക് ഈ നിഫ്റ്റീനെ കുറിച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാളും കുറേ അധികം കൂടുതൽ ന്യൂസ് നമുക്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. കൂടുതൽ ട്രേഡേഴ്സും നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിഫ്റ്റീനെ കുറച്ചുകൂടി ഫേവറബിൾ ആക്കുന്നുണ്ട് ട്രേഡിങ്ങിനായിട്ട്. ഇപ്പോൾ SGX നിഫ്റ്റി നോക്കിയിട്ടാണ് നമ്മുടെ മാർക്കറ്റുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാറ്. അതുമാതിരി അമേരിക്കൻ മാർക്കറ്റ്സ് എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ മാർക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിഫ്റ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതേസമയം SGX നിഫ്റ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കി നമ്മൾ ഒരിക്കലും ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമ്മൾ പറയില്ല, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം SGX നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് നോക്കി നമ്മുടെ നിഫ്റ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നതിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കുറേ കൂടി നന്നായിട്ട് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രൈസ് ആക്ഷൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വർക്ക് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കൂടുതൽ ട്രേഡേഴ്സ് ഉള്ളതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ നടക്കുന്നത്. അപ്പോൾ എനിക്കിത് തോന്നാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ട്രെൻഡ് ലൈൻസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഇതൊക്കെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഇതിനെ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അതിനിപ്പോൾ അത്രയ്ക്കധികം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ് നിഫ്റ്റീനെയും ബാങ്ക് നിഫ്റ്റീനെയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് വരച്ചു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും തരുന്നുണ്ടാവുക. ഏതൊരു ട്രേഡർ ഉണ്ടായാലും ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയില്ല. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ പറയില്ല എന്തായാലും. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മളവിടെ ബ്രേക്ക് ഔട്ട് കണ്ട് അത് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണെന്ന് കൺഫേം ചെയ്തിട്ട് എൻട്രി എടുത്താൽ പോലും പലപ്പോഴും അത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറി പോകാറുണ്ട്. അതേസമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അത് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. നടക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഇഷ്ടമാതിരിയുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ കുറേ കൂടി നന്നായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. കാരണം ഏതൊരു പ്രൊഫഷണൽ ട്രേഡർ ആയാലും പ്രൈസ് ആക്ഷനും അതുപോലെ തന്നെ ചില ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ബേസിസിലാണ് ട്രേഡ് എടുക്കാറ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ട്രേഡ് എടുക്കാനല്ലേ ഫേവർ ചെയ്യുക. അപ്പോൾ ആ ഒരു റീസണാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പ്രൊഫഷണൽസ് ട്രേഡ് ചെയ്യാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കേസ് ഞാൻ പറയാം. ഞാനധികം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നില്ല, കാരണം അത് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സുമാണ്. ഞാൻ ഓപ്ഷൻസിൽ നിന്ന് ഇപ്പോൾ അത്രയ്ക്കധികം ഞാൻ ഓപ്ഷൻസിൽ ആക്റ്റീവ് അല്ല. അതിന് കുറേ അധികം റീസൺസ് ഉണ്ട്. ഓപ്ഷൻസിൽ കുറച്ചുകൂടി റിസ്ക് ഒക്കെ ഇൻവോൾവ് ആണ്. ഞാൻ കുറേ കൂടി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോഴാണ് ഞാൻ നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലും അല്ലെങ്കിൽ പർട്ടിക്കുലർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിലേക്ക് ഞാൻ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസിൽ ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്ത് നോക്കുക. ഇൻഡിവിജ്വൽ സ്റ്റോക്സിനേക്കാളും കുറേ കൂടി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.